ഈ ജിസേലിന്റെ അമ്മ വന്നപ്പോഴും ആര്യനെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. അങ്ങനെയല്ല വന്നത്. അമ്മ കുറച്ച് സ്ട്രിക്റ്റാ ജിസേലിന്റെ അമ്മ ഇരിക്കുക ഫുഡ് കഴിക്കാറിയും. അപ്പൊ ഞാൻ ഓക്കെ ആന്റി, ശരി ആന്റി, മനസ്സിലായോ? നമ്മളിപ്പോ ഈ നെയ്ബർഹുഡ് ഒരു ആന്റിനെ കാണുമ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയപ്പോ ഞാൻ ഓക്കെ ആന്റി ഒരു ബനാന ചിപ്സ് പറഞ്ഞെടുത്ത് വെക്കാം. കുറച്ച് ഷൈ എന്താണെന്നറിയില്ല, ബിക്കോസ് യു ആർ സോ ക്ലോസ് ടു ജിസേലിനോ. അപ്പൊ ഫാമിലി റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ ഒരു പേടിയിൽ ഡള്ളായിട്ടിരിക്കുകയാണ്. ഓക്കെ ആന്റി ഇല്ല വന്നു മതി ആന്റി. എനിക്ക് തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. മൈ മോം ഇസ് കമ്മിങ് നെക്സ്റ്റ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. സോ അതെല്ലാം അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഞാനിങ്ങനെ നമ്പായിട്ടിരിക്കുന്നു. അത് ജിസേലും ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ മൈൻഡ് ചെയ്തില്ല. ബിക്കോസ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞാനിങ്ങനെ കാലിൽ തൊട്ടാൽ നോക്കിയപ്പോൾ ആന്റി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ കാല് പിടിക്കുമ്പോൾ കൈ തൊടണം, കൈ തൊട്ടില്ല. അപ്പോൾ അത് ജിസേൽ അങ്ങനെ ഫീൽ ചെയ്തു. ഐ വാസ് ഓക്കെ, അത് ഡോണ്ട് വറി. Your mom was chill, relax. You don't take stress, man. Everyone's happy with me, and my mom is also happy with everyone. Just relax എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഓക്കെ. നമ്മുടെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പുറത്ത് നമുക്ക് അറിയില്ല. ജനങ്ങൾ എന്നെയും ജിസേലിനെ എങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല. പക്ഷെ കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ എടാ നിങ്ങളെ രണ്ടുപേരെ ഭയങ്കര നെക്കടിച്ചിട്ടുണ്ടാവും, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആട്ടാ എന്നെയും ജിസേലിനെ എല്ലാ ദിവസവും ഫീൽ ചെയ്യിപ്പിക്കും. പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. അല്ല അതാ പറഞ്ഞ അത്ര വിരപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ ആൾക്കാർ ഇപ്പൊ സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്റെ അമ്മയും അച്ഛനും പുറത്ത് അവർക്കും ഇത് നെഗടിച്ചിട്ടുണ്ടാവുമോ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടായത്. സീരിയസ്ലി അങ്ങനെ ഒരു ഈ പുതപ്പ് ഇഷ്യൂ വരുന്ന വരെ നമുക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ല. സീരിയസ്ലി ഓഡിയൻസിന് അങ്ങനെ തോന്നിയിട്ടില്ല. 72 ക്യാമറ ഉണ്ട്, മൊത്തം ബിഗ് ബോസ് ടീം ഉണ്ട്. അവർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഒരാൾ മാത്രം ഈ ഷോയിൽ കണ്ടിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CCTV ഓഫ് CCTV ഓഫ് ബിഗ് ബോസ് വിളിച്ച ആളാ ലാലേട്ടൻ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പിന്നെ എന്തിനാ ശരിക്കും പറഞ്ഞാൽ ബെഡ് മാറിക്കിടുന്നത്? അതൊരു ഈ പറഞ്ഞ പോലെ ഞാനും ഒനിയിൽ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. സോ ഒനിൽ ഈസ് എ ഗുഡ് ലാഡ്. അപ്പോൾ ഞാനും ഫൈറ്റ് ഉണ്ടായപ്പോൾ അവൻ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നീ അനുമോൾ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അത് രാത്രി ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു അനിൽ നീ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ പറഞ്ഞത്? ആടാ ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ജിസേൽ നമുക്ക് വേറെ വേറെ സബ്ജക്ട് ആക്കണ്ട. This is 2 days before parents coming. ഞങ്ങൾ 2 days before parents coming only we changed beds. And the day we changed bed was the day parents came, but before that 2 days only started telling like നമുക്ക് അങ്ങനെ ചെയ്യാം. കുടുംബ പ്രേക്ഷകർ അനുമോൾ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് കിടക്കണത്. അപ്പൊ ഞാൻ ബെഡ് മാറി. ആ ഒരു സിമ്പിൾ എന്തിനാ ഈ കുടുംബ പ്രേക്ഷകരെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടത്? നമുക്ക് വെറുതെ പോയി താമസിക്കാം. ആൻഡ് ഓൾ ദ ബെഡ്സ് ആർ ഫ്രീ ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു ഹാവ് ഗെറ്റ് മോർ AC. അപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയി അപ്പുറത്ത് മാറി. അത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡിൽ ഇത്രയൊക്കെ ഉള്ളൂ പോണത്. മാറാം കിടക്കാം അത്രേ ഉള്ളൂ. നോട്ടിലേക്ക് എന്തിനാ ആൾക്കാർ മാറിയത്? എന്തോ ഉണ്ട്, എന്തൊരു കിടക്കുന്ന ഒരുമിച്ച് എന്തോ ഉണ്ട്. അത് അങ്ങനെയൊന്നും ഇല്ല. തോട്ടൊക്കെ ഭയങ്കര സിമ്പിൾ തോട്ടാ. അപ്പൊ ഇതിന് ഈ ടൈമിനിടയ്ക്ക് ജിസേൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജിസേലിനെ ഒന്ന് കോൾ ചെയ്യാം. കോൾ ചെയ്യാം. ഹായ്, ഹൗ ആർ യു? വാട്ട്സ് അപ്പ്? I have a flight, so I was leaving. I'll leave in like 10 minutes. Yeah, I'll leave you in 2 itself. They really wanted to. This is Noor. She's the anchor. ഹായ്. Hi. സുഖമാണോ? യെസ് അതെ. ഇപ്പൊ ട്രാവലിംഗ് ആണല്ലേ? When are you not traveling? You're always traveling. I'm just kidding. You have fun. I'll just take your 2 minutes. You have to ask any questions to her? No, or you just wanted like a common... I have time. I just have to reach after like... ഓ ടൈം ഉണ്ട്. She's got 5 minutes, 10 minutes. If you want to ask something, you can... ജിസേൽ, ആര്യന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നോ? ഇല്ലല്ലോ. No, if you soon you can say if it's fair or not. Itna practical like answer and all. No need. You can just say कि I felt it's fair. अरे you say what you like, but I'm just telling you तू like मैं बुरा नहीं फील करूँगा. Don't worry. तू practical बोल लियो. हुआ तो. എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. ആര്യൻ, ഇത് മലയാളം ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസ് ആണ് ആര്യൻ. give phone to her. Yeah, no. Yes. Obviously fair അല്ലായിരുന്നു. I genuinely felt he deserves to be in top 2 or top 3. Like I always said that, but this was very shocking because this is not according to the task or according to the പെരുമാറ്റം അങ്ങനെ അല്ലായിരുന്നു. ഈ ലാസ്റ്റ് വീക്കില് ഇവരെ മൂന്നാളെയും ക്യാപ്റ്റൻ ആക്കിയത് ആയിരിക്കോ ആര്യൻ ഔട്ട് ആകാനുള്ള റീസൺ? അതല്ല, പെണ്ണുങ്ങൾ ഈ അലിഗേഷൻസ് തന്നില്ലേ വെറുതെ. That was not right. Like those were fake because I know everyone was friends. Till 80 days they were getting along very well with him.
ഒരു പ്രോബ്ലം ഉണ്ടായില്ല. സഡൻലി ആ ചില കാര്യങ്ങൾ പറഞ്ഞില്ല, അത് കുറെ സങ്കടമായി. ഓക്കെ. ലൈക്ക് യു നോ വാട്ട് ഐ മീൻ. Adila said no. Noora and Adila പറഞ്ഞത്. like that at all. Because 80 days നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് താമസിച്ചത്. And he was very close to Adila. And all of a sudden ഇങ്ങനെ allegation തന്ന് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ അല്ലേ? ലൈക്ക് വയറ്റിൽ നോക്കി അതെല്ലാം ലൈക്ക് യു നോ കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര ബാഡ് ആയിട്ട് തോന്നും. അതെ അതെ. അങ്ങനത്തെ ആളേ അല്ല. I felt very bad. If I was there, I would have literally like I felt very bad looking at that. ജിസേൽ ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു സമയം റിയാക്ട് ചെയ്തേനെ. നടന്നേനെ അവിടെ. Yeah, because I know, I mean, at least I know his character, right? He's not at all that kind of person. And that too, why would he look at Noora or Adila when he knows they are in relationship, right? Yes. Yeah. അതെ, അപ്പോ അതാണ് ഏറ്റവും ട്രിഗേർഡ് ആയത്. ആൻഡ് നെവിൻ ഈ അനുമോളുടെ ബെഡില് വെള്ളം ഒഴിച്ചു, ആ സമയത്ത് ആര്യൻ ഇവരൊക്കെ ചിരിച്ചു തമാശയാക്കി. അത് അനുമോള് ഒഴിച്ചു, തിരിച്ചും ബെഡിലൊക്കെ ആക്കി. അനുമോള് പിന്നെ സോഫയുടെ ബാക്കിൽ പോയി കിടന്ന് ഉറങ്ങി. ഇൻസ്റ്റഗ്രാമിൽ നോക്കുമായിരുന്നു. ഓക്കെ, സോ ഐ തോട്ട് മേ ബി നെവിനാണ് വെള്ളം ഒഴിച്ചത്. ബട്ട് ലേറ്റർ ഐ ഗോട്ട് ടു നോ ദാറ്റ് അനുമോൾ ആയിരുന്നു ആദ്യം അവന്റെ മേത്ത് വെള്ളം ഒഴിച്ചത്. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് എ റീറ്റാലിയേഷൻ. അത് കാണിച്ചില്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഓൺ ഇൻസ്റ്റഗ്രാം they didn't show, and I didn't watch the show. Later I watched the show, I got to know that ആദ്യം അനുമോൾ ആയിരുന്നു വെള്ളം ഒഴിച്ചത്. ഓക്കെ, വെള്ളം ഒഴിച്ച് ആദ്യം അത് റീറ്റാലിയേഷൻ ആയിരുന്നു. ഫസ്റ്റ് അനുമോൾ മേത്ത് വെള്ളം ഒഴിച്ച് അപ്പം അവൻ റീറ്റാലിയേഷൻ ചെയ്തിട്ട് ബെഡിൽ വെള്ളം ഒഴിച്ചു. അത് ഞാൻ ഷോ കണ്ടപ്പോ ആണ് എനിക്ക് മനസ്സിലായത്. ബിഫോർ വെൻ ഐ സോ ഓൺ ഇൻസ്റ്റഗ്രാം they were only showing that Nevin is pouring water on her bed. Yeah. ഈ ബെഡിന്റെ ബാക്കില് പിങ്ക് സോഫയുടെ ബാക്കിലൊക്കെ പോയി നിന്നത് ഇവര് ചിരിച്ചതും ഭയങ്കര നെഗറ്റീവ് പോലെ ആയി. എങ്ങനെ നെഗറ്റീവ് ആയി? ഒരു കാര്യം പോലത്തെ there are how many sofas? There must be like 4 big sofas. 4 big sofa ഉണ്ട്. അതും like long sofas ആണ്. I think തമ്മി 7-8 ആൾക്കാർക്ക് ഉറങ്ങാം അതിന്റെ പുറത്ത്. മനസ്സിലായി. But she chose to like sleep behind. അവിടെ ഞങ്ങള് തൂക്കിയ പോലെ ഇല്ലായിരുന്നു. ലൈക്ക് അവിടെ ഞങ്ങള് ചൂല് കൊണ്ട് തൂക്ക് പോലെ ഇല്ലായിരുന്നു. ഓ, അങ്ങനെ ലീവ് ചെയ്ത സ്ഥലം അത്. Yeah, because it was behind the sofa, not every day that you clean. I was shocked. Like that is definitely like why would she sleep in a dirty place? Because she's usually very hygienic, right? Yes. Hygienic aale poi sofa de like behind ingane orangum, that is not good, na? So obviously that doesn't make sense to anyone. Anybody would laugh. Even I was laughing. I was like, why did she choose? Because kore sofa undu. There are like 6-7 sofas. She can sleep anywhere she wants. Beds through khali aayittu bed irpundu. Kore bed empty aanu. ഒരു ബെഡ് ചൂസ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ഓൾ വെരി സ്ട്രേഞ്ച്. പിന്നെ ഈ ഷാനവാസിന്റെ ഇതും ഇവർക്ക് നെഗറ്റീവ് ആയത്, ആദ്യം ഡ്രാമയാണെന്ന് കരുതി അങ്ങനെ നിന്നില്ല ഇവര്. അത് ഇവര് കണ്ടില്ല. ലൈക്ക് നെവിൻ അറിയായിരുന്നു അവൻ എന്ത് ചെയ്താണ്. ലൈക്ക് പാക്കറ്റ് ഓഫ് മിൽക്ക്. ലൈക്ക് ഷാനവാസിന്റെ വൈഫ് വിളിച്ചായിരുന്നു എന്നെ. എന്നോട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ഡ്രാമ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിക്കോസ് ആ വീട്ടിൽ അങ്ങനെ ആവുമ്പോ മനസ്സിലാകത്തില്ല, റൈറ്റ്, എന്താണ് എന്തില്ല. ബിക്കോസ് ഇവർ സഡൻലി 2 പേര് ഇങ്ങനെ ചെയ്ത് ഇതുവരെ ഷാനവാസ് കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഉണ്ടായില്ല. സോ സഡൻലി മേ ബി ഹി റിയാക്ടഡ്, ബട്ട് ലേറ്റർ ദേ ഗോട്ട് ടു നോ ഹി വാസ് ട്രൈയിങ് ടു ഹെൽപ്പ്. അവൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബട്ട് മേ ബി ദിസ് വാസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ലേറ്റർ ഹി ഗോട്ട് ടു നോ. But I don't think so. This is a reason just to get evicted, no? Yes. അതിനെക്കാട്ടും വലിയ ഫൈറ്റ് ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഷാനവാസും ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ കാരണത്തിന് നിങ്ങൾ പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ട് ഇവൻ ഫസ്റ്റ് വന്നതാണ്. അപ്പൊ അത് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഫോർ ദാറ്റ്, റൈറ്റ്? 6 hours he's put his hands up. Like how painful is that? And he's won most of the task. 90% of the task he has won 90% of the task. Yes. So adinte appreciate ഒന്നുമില്ല. ആ ടാസ്ക് മാത്രമല്ലെങ്കിൽ honestly speaking. Oh yes, correct. Oh, someone has become so practical. Like my god. Practical? Like what an answer. I'm not making sense. You're making amazing sense. Then? But you sound like I'm watching the show. Let me talk.
Yeah, well, you sound like a prekshakar now. വ്യൂവർ, Yeah, obviously. ഓഡിയൻസ്. You are like Janangal for me now, Janangal type, Janangal view. Like that, जो party के leader बात करते हैं ना, like that's how you're sounding right ആര്യൻ, മലയാളം ബിഗ് ബോസ്. now. Sorry boss. Sorry ഇവിടുത്തെ boss. അങ്ങനെ चल ठीक है, तू enjoy कर यार, तू just go. ജിസേൽ, വെക്കുന്നതിന് മുമ്പ് ആ സോങ് ഒന്ന് പാടിയിട്ട് പോകാമോ? അയ്യോ വേണ്ട മതി വയ്യ. എനിക്ക് വേണ്ടി I swear Big Boss തീർന്ന് and എനിക്കിപ്പോ എനിക്ക് പറ്റില്ല ഇപ്പൊ. ഏത് സോങ് ആ അടുത്തത്? തുമ്പീവാണോ? കണ്ണാൻ തുമ്പി. Yeah, because that is special for Anish. I can't sing it for anyone else. ഈ കണ്ണാൻ തുമ്പി അല്ല എന്റെ ഫേവറേറ്റ്. കണ്ണാൻ തുമ്പി അല്ല, പിന്നെ അമ്പല കുമ്പളയാണ്. ഓക്കെ, എനിവേ, ബൈ ബൈ. okay, nice. See you. Bye. Bye, Aaron. Bye Giselle, take care, have a safe flight. അതെ, ഈ ജിസേലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, അത് കൈൻഡ് ഓഫ് എന്താ പറയുക, ജിസേലിനെ എങ്ങനെയാണ് ആര്യൻ കാണുന്നത്? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണോ അതോ മോർ ദാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ? എന്താണ്? എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും. നിങ്ങളുടെ ഫാമിലി തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ലവ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ ചോദിക്കും, ലവ് ആണെങ്കിൽ ലവ് ചെയ്തിട്ട്, ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ആവട്ടെ. അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല ഈ കാര്യത്തിൽ. എന്റെ ഡിസിഷൻ മേക്കിംഗ് എന്റെ കയ്യിലാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ടേം കൊടുക്കണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എ ടേം ലൈക് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ഗേൾ, വൈഫ്, എക്സ്, അങ്ങനെ. അതെന്ത് ടേമാ? ദീസ് ടേംസ് ആർ യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു ടെൽ ദ സൊസൈറ്റി ഇതാണ് നമ്മള്. ഇവിടെ എനിക്ക് സൊസൈറ്റിനെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഷോയിൽ പോയി, എനിക്ക് വേണ്ടി ഒരു കുട്ടി എക്സ്ട്രാ കൈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ജിസേൽ എനിക്ക് വേണ്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവളുടെ ഈ പറഞ്ഞ പോലെ ഗെയിം റിസ്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടി അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ട്, അവൾ അരിഞ്ഞ് കഴിക്ക്. അങ്ങനെ തന്നെ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ പറയുന്നത്, ഇൻ ദ വേൾഡ് ഓഫ് ഹേറ്റ്, in the world of a pressure cooker, someone is sending you love. Someone is giving you their part of food. ഇതെന്ന് പറഞ്ഞാൽ അതിൽ ടേം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് ഒരാളോട് ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് അഫെക്ഷൻ ആവും. ഓ, ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് ഹർ മാൻ, ഷീ ഗേവ് മീ ഹർ ഫുഡ്. നമ്മളങ്ങനെ സംസാരിക്കേണ്ട സ്കൂളിലൊക്കെ, ലൈക്ക് യു നോ. സോ അതൊക്കെ ഭയങ്കര നോർമൽ കാഷ്വൽ ടേംലെസ് ടേം കൊടുക്കുന്ന ആക്കില്ല. പക്ഷേ റിയലി ലവ് ഹർ, ഐ റിയലി ലൈക്ക് ഹർ. ഒരു ബ്യൂട്ടിഫുൾ സോളാണ്, ഭയങ്കര ജെനുവിൻ കുട്ടിയാണ്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പറഞ്ഞ സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കില്ല, അങ്ങനെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഷീ ഈസ് ഹ്യൂമാനിറ്റി ഫിൽഡ്. ആൾക്കാരെ കളിയാക്കി അവളെ, ഹ്യൂമാനിറ്റി കുറച്ച് വാരി അരിയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വൺ ഹ്യൂമാനിറ്റി അവൾക്ക്. അവൾ ഭയങ്കര പ്യുവർ സോളാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. എന്നെ മാത്രമല്ല, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്നോട് പ്രത്യേകത കൂടുതലായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരോടും നല്ല, ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഷീ ഈസ് ബീൻ ലൈക്ക് എ ഫാമിലി. ജിസേൽ ഇല്ലെങ്കിൽ ഈ വീട്ടിലൊരു മെയിൻ ഹാർട്ട് പോർഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഫാമിലി പേഴ്സൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് കട്ടായി പോയത്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ ഞാൻ ടേം കൊടുക്കണില്ല, പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ എക്സ്പ്ലെയിൻ യു അബൌട്ട് ഹർ. ദാറ്റ് ഇസ് ഷീ ടു മീ. യു നോ, ഈ ഹൗസിലൊരു ഹാപ്പി പ്ലേസ്. ദാറ്റ്സ് വാട്ട്.